വിദ്യാലയങ്ങൾ അറിവിൻ്റെ അക്ഷയപാത്രങ്ങളാണെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. മാതാപിതാക്കൾ കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹവും സുരക്ഷിതത്വവും ലഭിക്കേണ്ട ഇടം. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നൊരു വീഡിയോ നമ്മുടെ മനസ്സാക്ഷിയെ അല്പം ഭയപ്പെടുത്തുന്നതാണ്. ഉത്തർപ്രദേശിലെ ഹർദോയിലുള്ള ഒരു സ്വകാര്യ സ്കൂളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണത്. തൻ്റെ കുട്ടിയുടെ ഭാവിയെക്കുറിച്ച് സംസാരിക്കാനെത്തിയ ഒരു അമ്മയോട് ആ സ്കൂളിലെ പ്രിൻസിപ്പൽ ആക്രോശിക്കുന്നത് ഷട്ട് അപ്പ് ആൻഡ് ഗെറ്റ് ലോസ്റ്റ് എന്നാണ്. ഈ സംഭവത്തിൻ്റെ വിശദാംശങ്ങളിലേക്കും ഇതിന് പിന്നിലെ ഗൗരവകരമായ സാമൂഹിക വശങ്ങളിലേക്കും നമുക്കൊന്ന് കണ്ണോടിക്കാം. സംഭവം നടക്കുന്നത് ഹർദോയിലെ സൺബീം സ്കൂളിലാണ്. വൈറലായ വീഡിയോയിൽ പ്രിൻസിപ്പൽ മമത മിശ്ര ഒരു വിദ്യാർത്ഥിയുടെ അമ്മയോട് അതിരൂക്ഷമായി തട്ടിക്കയറുന്നത് കാണാം. വായടയ്ക്കൂ, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകൂ എന്ന് ആക്രോശിക്കുന്നതിനോടൊപ്പം കുട്ടിയുടെ പേര് സ്കൂൾ രജിസ്റ്ററിൽ നിന്ന് വെട്ടിമാറ്റാൻ അവർ ജീവനക്കാർക്ക് നിർദ്ദേശവും നൽകുന്നുണ്ട്. എന്തായിരുന്നു ഇതിന് പ്രകോപനമായത്? നീലം വർമ്മ എന്ന അമ്മ പറയുന്നത് തൻ്റെ ഭർത്താവ് സ്ഥലത്തില്ലാത്തതിനാൽ പുസ്തകങ്ങൾ വാങ്ങാനുള്ള തുക നൽകാൻ 15 ദിവസത്തെ സമയം മാത്രമാണ് താൻ ചോദിച്ചത് എന്നാണ്. ഒരു അമ്മയുടെ നിസ്സഹായാവസ്ഥയെ ഉൾക്കൊള്ളുന്നതിന് പകരം പരസ്യമായി അവരെ അധിക്ഷേപിക്കാനാണ് പ്രിൻസിപ്പൽ മുതിർന്നത്. ഈ വീഡിയോ പുറത്തു വന്നതോടെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത്. തീർച്ചയായും ഏതൊരു നാണയത്തിനും 2 വശങ്ങളുണ്ടാകാം. പ്രിൻസിപ്പൽ മമത മിശ്ര പിന്നീട് വിശദീകരണമായി രംഗത്തെത്തി. താൻ മോശക്കാരിയാണെന്ന് വരുത്തി തീർക്കാൻ വീഡിയോയുടെ ഒരു ഭാഗം മാത്രമാണ് പ്രചരിപ്പിക്കുന്നതെന്നാണ് അവരുടെ വാദം. സ്കൂൾ ഫീസ് കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് ഈ രക്ഷിതാവ് നിരന്തരം തന്നെ ശല്യം ചെയ്തിരുന്നതായും വാക്സിനേഷൻ ഡേ ആയ അന്ന് തിരക്കിലായിരുന്ന തന്നെ സമ്മർദ്ദത്തിലാക്കിയപ്പോഴാണ് താൻ അങ്ങനെ പ്രതികരിച്ചതെന്നും അവർ പറയുന്നു. പക്ഷേ ഇവിടെ ഒരു ചോദ്യം ബാക്കിയാണ്. രക്ഷിതാക്കൾ എത്ര തന്നെ പ്രകോപിപ്പിച്ചാലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ തലപ്പത്തിരിക്കുന്ന വ്യക്തിക്ക് ഇത്തരത്തിൽ അന്തസ്സില്ലാത്ത രീതിയിൽ സംസാരിക്കാൻ അധികാരമുണ്ടോ? ഗെറ്റ് ലോസ് എന്ന് വിളിച്ച് ആട്ടിയകറ്റേണ്ടവരാണോ രക്ഷിതാക്കൾ? ഈ സംഭവം കേവലം ഒരു തർക്കമല്ല. ഇത് ഇന്നത്തെ വിദ്യാഭ്യാസ മേഖലയിലെ വലിയൊരു പ്രവണതയുടെ സൂചനയാണ്. പല സ്വകാര്യ സ്കൂളുകളും ഇന്ന് വിദ്യാലയങ്ങളല്ല, മറിച്ച് കച്ചവട സ്ഥാപനങ്ങളായാണ് പ്രവർത്തിക്കുന്നത്. ഫീസ് നൽകാൻ വൈകിയാൽ കുട്ടികളെ ക്ലാസ്സിന് പുറത്തു നിർത്തുന്നതും മാതാപിതാക്കളെ അപമാനിക്കുന്നതും ഇന്ന് പതിവായി മാറിക്കൊണ്ടിരിക്കുന്നു. കുട്ടികളുടെ മുന്നിൽ വെച്ച് അവരുടെ മാതാപിതാക്കളെ അപമാനിക്കുമ്പോൾ ആ കുട്ടി അനുഭവിക്കുന്ന മാനസിക വിഷമം ഈ പ്രിൻസിപ്പൽ ചിന്തിച്ചു. അധ്യാപകർ മാതൃകയാകേണ്ടവരാണ്. അച്ചടക്കത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നവർ തന്നെ ഇത്രയും അച്ചടക്കമില്ലാതെ പെരുമാറുന്നത് വരും തലമുറയ്ക്ക് നൽകുന്ന സന്ദേശം എന്താണ്? സോഷ്യൽ മീഡിയയിൽ പലരും ചോദിക്കുന്നത് കുറച്ച് ഇംഗ്ലീഷ് പഠിച്ചതുകൊണ്ടാണോ ഇവർക്ക് ഇത്രയും അഹങ്കാരം എന്നാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ ബുള്ളിയും കാരണവും ജാതി അധിക്ഷേപവും കാരണവും നിതിൻ രാജ് എന്ന യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവം നമ്മൾ ഈ ഇടയ്ക്ക് കണ്ടതാണ്. അതിൻ്റെ പേരിൽ വലിയ വിവാദങ്ങൾ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നുമുണ്ട്. ഈ വിഷയത്തിൽ അധികാരികളുടെ കർശനമായ ഇടപെടൽ അത്യാവശ്യമാണ്. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന് ഇത്തരത്തിൽ പെരുമാറുന്നവർക്കെതിരെ നടപടി വേണമെന്നാണ് ഭൂരിഭാഗം പേരുടെയും ആവശ്യം. മാതാപിതാക്കളും സ്കൂൾ മാനേജ്മെൻറ്റും തമ്മിൽ ഒരു സൗഹൃദപരമായ ബന്ധം നിലനിൽക്കണം. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന രക്ഷിതാക്കളോട് അല്പം സഹാനുഭൂതിയോടെ പെരുമാറാൻ സ്കൂളുകൾ തയ്യാറാകണം. വിദ്യാഭ്യാസം എന്നത് പണമുള്ളവർക്ക് മാത്രം ലഭിക്കേണ്ട ഒന്നല്ല, അതൊരു അവകാശമാണ്. വാക്കുകൾക്ക് മൂർച്ച കൂടുമ്പോൾ അത് മുറിവേൽപ്പിക്കുന്നത് ഒരു വ്യക്തിയെ മാത്രമല്ല, ഒരു സംസ്കാരത്തെ കൂടിയാണ്.